ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാനഡയിലെ കല്യാണം കാവടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് മുതൽ കാനഡ കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും എല്ലാം വീട്ടുകാർ താമസിച്ചിരുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു ഹോളിലായിരുന്നു വിവാഹത്തിൻ്റെ പാർട്ടി കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ബന്ധുമിത്രാദികളൊക്കെ പയ്യെ പയ്യെ പിരിഞ്ഞു. ഞങ്ങൾ ആണ് അവസാനമായിട്ട് ഇവിടുന്ന് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ബാൻഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ബാൻഫിലേക്കുള്ള എല്ലാ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 380 കിലോമീറ്ററാണ് എഡ്മണ്ടണിൽ നിന്ന് നമ്മൾ താമസിച്ചോടത്ത് നിന്ന് ബാൻഫ് റെയിൽവേ സ്റ്റേഷൻ വരെ. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ എവിടെയാണ് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് എക്സ്പെഷ്യലി ഇന്ന് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ടുണ്ടല്ലോ പാർക്കിംഗ് വളരെ പ്രയാസമാണ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയാലും ഒരു പാർക്കിംഗ് ലോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇന്നലെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു. ഇവിടെ തന്നെ ഉള്ള ഒരാളാണ് അദ്ദേഹം. നല്ലൊരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഈ കയ്യിലൊക്കെ ഫോൺ പിടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ പിടിച്ച് അങ്ങനെയൊന്നും ഇവിടെ ചെയ്യരുത്. അത് ഒരു രാജ്യത്തും അത് അലൗഡ് അല്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എൻ്റെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലാണ്, കണ്ണുകൾ നമ്മുടെ റോഡിലുമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് കൈ പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഡ്രൈവിങ്ങിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ലെന്ന് തന്നെ ആദ്യമേ പറയാം. അപ്പോൾ എല്ലാവരും അത് ഒന്ന് ഓർക്കുക. നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ കയ്യിൽ ഫോണ് തൊടാതെ അല്ലെങ്കിൽ ക്യാമറയൊക്കെ പിടിക്കാതെ ഡിസ്ട്രാക്ട് ചെയ്യാതെ നമ്മൾ റെക്കോർഡ് ചെയ്ത് സീനറിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക. ഇത് റെക്കോർഡ് ചെയ്തോളും. നമ്മളപ്പം എന്നാ പറയുന്നത്, അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എനിവേ ആ സുഹൃത്തിന് ബിഗ് താങ്ക്സ്. ഒത്തിരി നല്ല കാര്യങ്ങൾ. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഫ്. അപ്പോൾ ഇന്ന് ബാൻഫിൽ പോയി അത് കണ്ടിട്ട് വൈകുന്നേരം നമ്മൾ കാൽഗറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ഹോട്ടൽ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ കിടന്നിട്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് നമ്മുടെ RV നമ്മുടെ ക്യാമ്പർ വാൻ അത് ഇന്ന് മുതലാണ് അത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വീണ്ടും തിരിച്ച് ബാൻഫ് കുറച്ച് കാഴ്ചകളും കൂടിയുണ്ട്. ഇന്ന് നമ്മൾ ആ ഗണ്ടോളെ മാത്രമേ ഉള്ളൂ കയറുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ ലേക്ക് ലൂയിസ്, ജാസ്പറിൽ നിന്ന് കെംബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, വെൽസ് ഗ്രേ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ യോഹോ നാഷണൽ പാർക്ക്, അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിസ്ലർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാൻകൂവറിൽ കൊണ്ട് ആ വണ്ടി കൊടുക്കും. അപ്പോൾ അടുത്തൊരു 6 നൈറ്റ് നമ്മൾ ഈ RVയിലാണ്. അപ്പം ക്യാമ്പിങ് കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ മാർച്ചിൽ ഞാനിതെല്ലാം ഇരുന്ന് ബുക്ക് ചെയ്തതാണ്, കഴിഞ്ഞ മാർച്ചിൽ. എന്നിട്ട് തന്നെ നമുക്ക് സ്ഥലം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോകൾ നമ്മൾ കനേഡിയൻ റോക്കീസ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇന്ന് കസിൻസ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഉണ്ട്. ഇത് നമ്മുടെ ജോസാണ്. ജോസ്, ഹായ്. ഹായ്. അപ്പം അതുപോലെ തന്നെ ജോസിൻ്റെ ഡാഡാണ് ബേബിച്ചായൻ. ബേബിച്ചായ, ഗുഡ് മോർണിംഗ്. അപ്പം ഇവര് കുമരകത്താണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മിനിയാൻറ്റി ഉണ്ട്. മിനിയാൻറ്റി, ഹായ്. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ എൻ്റെ വൈഫ് ജെമിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിയോണക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഈ ഒരു യാത്ര. അപ്പം എല്ലാ നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ വാച്ച് ചെയ്യുക. നമുക്ക് കനേഡിയൻ റോക്കീസ് പോയി എക്സ്പ്ലോർ ചെയ്ത് തകർത്ത് തിമിർത്ത്
തിരിച്ച് ഇവിടുത്തെ ഇപ്പം സൈഡുകൾ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഫാം ലാൻഡുകളാണ്. ഇപ്പം 2 സൈഡിലും ഇഷ്ടംപോലെ കൃഷികൾ പല തരത്തിലുള്ള. ഇപ്പം നമ്മൾ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 120 km/h നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല റോഡ്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഓൺ ദ വേ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. In 800 meters, use the right lane to take exit 36 for Trans-Canada Highway 16. Use the right lane to take exit 36, then slide right onto the Alberta 1 West Rim. അങ്ങനെ ആറ്റുനോറ്റ് കാണാൻ കൊതിച്ചിരുന്ന റോക്കി മൗണ്ടൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയി. അപ്പോൾ നമ്മൾ കാൽഗറിയിൽ നിന്ന് ബാൻഫിലേക്കുള്ള ആ ഒരു റൂട്ടിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകളുടെ ഒരു മായാപ്രപഞ്ചത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ എല്ലാ നാഷണൽ പാർക്കിലും ഉള്ള പോലെ ബാൻഫ് നാഷണൽ പാർക്ക് അതുപോലെ ജാസ്പറിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് പോരാനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. പക്ഷേ ഈ ഒരു മാസം നമുക്ക് ഫ്രീ ആക്കി തന്നിരിക്കുകയാണ് ഗവൺമെൻറ്. കൂടത്തിൽ വന്ന ഫാമിലിയാണ് ഇത് ഈ നിൽക്കുന്നത്. ഇത് വേറെ ആരുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബേബിച്ചാൻ്റെ മോളും ഹസ്ബൻഡും പിള്ളേരുമാണ്. അപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്തു. കേസ് അങ്ങനെ നമ്മളിത് ബാൻഫ് നാഷണൽ പാർക്കിൽ പാർക്കിങ്ങിൽ റെയിൽവേയുടെ പാർക്കിങ്ങാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. അത് ഇവിടെ നിന്നുള്ള സീനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അത് ആ മലയുടെ ഒക്കെ മുകളിൽ മഞ്ഞിങ്ങനെ കാണാവേ. ഇവിടെ ഇപ്പോഴും മഞ്ഞിങ്ങനെയുണ്ട്. നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും പ്ലെയിനിലിരുന്ന് ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒത്തിരി മലനിരകൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോഴും ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ചെറിയൊരു തണുപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു ഏരിയ ആണിത്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ ചില സമയത്ത് ഇവിടെ നമ്മൾ ബാൻഫ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. ഗൈസ്, ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഡസ്റ്റ്ബിന്നാണ്. ഡസ്റ്റ്ബിൻ അത് അങ്ങനെയല്ല, അങ്ങനെ തുറക്കാൻ പറ്റത്തില്ല. അതിനകത്തൊരു ലോക്കുണ്ട്. ആ ലോക്ക് ഇതെന്തുകൊണ്ടാണെന്നറിയോ ബേജേ? ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരടി വന്നിട്ട് ഇതിൻ്റെ പുറത്ത് വലിച്ചിടും. കാരണം ഇതിൻ്റെ ഈ സ്മെല്ല് കരടിക്ക് ഭയങ്കര ദൂരത്തുനിന്ന് സ്മെല്ല് ഇത് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിന്നാണ് ഇതിങ്ങനെ. പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പക്ഷെ അവന് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബാൻഫ് എന്ന് ഉള്ള ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്നാ പറയുന്നത്, ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര തിരക്ക്. ഇതുകൊണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്.
ഇത് പണ്ട് നമ്മൾ ആ ബാൻഫ് നാഷണൽ പാർക്ക് തുടങ്ങുന്നിടത്തായിരുന്നു. പക്ഷേ അവിടെ അവർക്ക് എന്നാ പറയുന്ന ഈ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവരത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതേ ആ പുറകിലത്തെ ഒരു മലനിരകൾ കണ്ടോ, അത് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂസ്. അപ്പോൾ നമ്മുടെ കനേഡിയൻ റോക്കീസിൻ്റെ ആദ്യത്തെ വ്ളോഗാണിത്. ഇതുപോലെ ഇനിയും നിരവധിയായിട്ടുള്ള വ്ളോഗുകൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നത് എന്നാന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ, ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഷട്ടിൽ ബസ്സുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഗൊണ്ടോള കയറാനായിട്ടാണ്. അപ്പം ഗൊണ്ടോളയുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞെന്നാൽ നമുക്ക് ഷട്ടിൽ ബസ് ഫ്രീ ആണ്. അപ്പം അത് വരുന്നത് ഇവിടെയാണ്, നമ്മുടെ ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ. അപ്പം അത് കയറാനായിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുന്നത്. വിസിറ്റേഴ്സിൻ്റെ ഒരു പാരഡൈസാണ് കേട്ടോ. ഇങ്ങനെയുള്ള നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യുന്നവർക്ക് അടിപൊളിയാണ് ബാൻഫ് നാഷണൽ പാർക്ക്. ബാൻഫ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രെയിനാണ് കാണുന്നത്. ഇതിപ്പം നമ്മുടെ ഗ്യാസ് എല്ലാം കൊണ്ടുപോകുന്ന, നമ്മുടെ പെട്രോളൊക്കെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് ട്രെയിനാണ്. ഇത് കൂടാതെ ഇതിന് മുമ്പ് വേറെ കണ്ടെയ്നറുമായിട്ട് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 30 ട്രെയിൻ ഇതിലെ പാസ് ചെയ്യുമെന്നാണ്. ആ 30 ട്രെയിൻ പാസ് ചെയ്യുന്ന ഒരു ട്രെയിനിൻ്റെ നീളം ചിലപ്പോൾ 4 കിലോമീറ്റർ വരെ നീളത്തിലുള്ള ട്രെയിന്. ഞാൻ അതിശോക്തി പറയുന്നതല്ല, ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ്. റീച്ചിങ് 14,000 ഫീറ്റ് ഇൻ ലെങ്ത്, ദാറ്റ് ഈസ് ഓവർ 4 കിലോമീറ്റർ. അപ്പോൾ അത്രയും വലിയ നീളത്തിലുള്ള ട്രെയിനുകൾ. അപ്പോൾ അത് ഈ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം എൻജിൻസ് ഇങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ഒരു എൻജിനുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് ഈ ബാൻഫ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. കാരണം പഴയ കാലത്ത് 1919 ഇവിടെ വന്ന് ഇത് കേട്ടോ, ദ പ്രിൻസ് ഓഫ് വെയിൽസ് ഇൻ ബാൻഫ് ആസ് പാർട്ട് ഓഫ് എ 2-month ടൂർ അക്രോസ് കാനഡ 1919 അന്നൊക്കെ ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കേട്ടോ, കനേഡിയൻ പസഫിക് ഫ്രൈറ്റ് ട്രെയിൻ ഇൻ ബാൻഫ് 1951. അപ്പോൾ അന്ന് മുതലുണ്ട് ഉണ്ട് കനേഡിയൻ പസഫിക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അത് ഇന്നും ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ വന്ന എല്ലാവരും ഇങ്ങനെ എന്നാ പറയുന്നത്, വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷട്ടിലിന് കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ അതാണോ? So only 2 of us should go. So they should come like the next അങ്ങനെ നമ്മളിത് ബസ്സൊക്കെ കയറി ഇരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഗോണ്ടല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ചെയർക്കാർ, അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കയറി ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. Over here to our right and left. At the front, you can see a building. It's the Cascade Garden, and this is one of the. അങ്ങനെ നമ്മൾ ബാൻഫിലെ ഗൊണ്ടോളയുടെ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ താഴെ നിന്ന് വന്നത്. അപ്പോൾ ഗൊണ്ടോളയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബസ് ഫ്രീ ആണ്. അതപ്പം ആ ബാൻഫ് വില്ലേജിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഗൊണ്ടോളയുടെ സ്റ്റേഷൻ. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഗൊണ്ടോള ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. ഇത് കേട്ടോ, അത് 8 മിനിറ്റാണ് ഗൊണ്ടോളയുടെ ടൈം. നമുക്കിങ്ങനെ അതിനകത്ത് എനിക്ക് തോന്നുന്നു 5 പേർക്ക് മറ്റാണ് ഇരിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ഞങ്ങൾ ഇവിടെ വന്നിട്ടൊരു 1.5 മണിക്കൂറായി, 1 മണിക്കൂറായി.
എന്നാ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ടൈമിൽ ഏത് സമയത്താണോ നമ്മൾ ടിക്കറ്റ് എടുത്തത് ആ സമയത്തേ ഉള്ളൂ ഇവർ അകത്തേക്ക് കയറ്റത്തുള്ളൂ. ഞങ്ങളിങ്ങനെ പോസ്റ്റായി ഇരിക്കുകയാണ്. ബേജാനാണെങ്കിൽ കൊമരോത്തെ പഴയ കഥകളൊക്കെ പറഞ്ഞ് പുള്ളി പഴയ മറ്റേ നമ്മുടെ LIC കോർപ്പറേഷനിലെ പഴയ ഉസ്താദായിരുന്നു കേട്ടോ. വലിയ പുള്ളിയായിരുന്നു. ഇപ്പം റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അല്ല സീതമ്മ? പിന്നെ നിന്നെ കിട്ടും. അതിന് എല്ലാരും കിട്ടിക്കോട്ടെ. അതിനിപ്പോ തന്നെ സീതമ്മ ഇപ്പൊ എത്ര നാളായി ഇവിടെ വന്നിട്ട്? 10 വർഷം 12 വർഷമായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ എബിയാണ്. എബി ഹായ്. നാട്ടിലെവിടെയാ? നീണ്ടൂരാണ് സ്വദേശം. അപ്പം എബി കുറേ വർഷങ്ങളായല്ലോ അല്ലേ? 30 years ആയി. ഇവിടെ തന്നെ ചെറുപ്പത്തിൽ വന്നതല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ വരുന്നു. പക്ഷെ നമ്മുടെ സമയമായില്ല. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 6 കൊല്ലം മുമ്പ് ഒരു കാശ്മീർ കറങ്ങാൻ. അതെ. അപ്പോൾ അവിടെ ചെന്ന് ഗുൽമാർഗിലേക്ക് നോക്കുന്ന അതേ പ്രതീതിയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുൽമാർഗ് അവിടെ ഇതുപോലെ മലകളാണ് മുഴുവൻ മലകൾ. പക്ഷെ ഞങ്ങൾ ചെന്നത് ഏപ്രിൽ ആയതുകൊണ്ട്, മാർച്ച് ആയതുകൊണ്ട് അന്നത്തെ ആ ഐസ് എല്ലാം കൂടെ ഈ നവംബർ മുതൽ ഒഴുകിക്കൊണ്ടിരുന്ന സാധനങ്ങൾ എല്ലാം കട്ട പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ല വേനലിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത്. അത് കാരണം അതെല്ലാം ഉരുകുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല വാട്ടർഫോൾസ്, കുഞ്ഞരുവികൾ ഇതിൻ്റെ മധ്യത്തിലൂടെ. പിന്നെ ആപ്പിൾ ഇങ്ങനെ ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒക്ടോബർ ആവും അവന് റെഡിയായി കിട്ടാൻ. പക്ഷെ അതൊരു ഒരു ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുഴുവൻ അങ്ങോട്ടാണ്. അങ്ങനത്തെ ലോകം പലയിടത്ത് ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഇതിനു വേണ്ടി ആരും അടി കൂടാനില്ല. പക്ഷെ നമ്മുടെ കാശ്മീരിന് വേണ്ടി അവിടെ ഭയങ്കര അടിയില്ല. നമ്മൾ പാകിസ്ഥാൻ ഉഗ്രൻ സംഭവം കേട്ടോ. താങ്ക് യു. സോജന കിട്ടിയപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. താങ്ക്സ്. ഇവിടുത്തെ ഒരു ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് $105 ഒരാൾക്ക് അതിൻ്റെ മുകളിൽ പോകുന്നതിന്. 6 മുതൽ 15 വരെയുള്ള കുട്ടികൾക്ക് $68. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അവിടെ പോകുന്നതിന് ഫ്രീ ആണ്. ഇവിടെ ഒരു വൈൽഡ് ഫയർ ഈയിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം വരാൻ അവർ ഇങ്ങനെ ഒരു സജഷൻ തന്നായിരുന്നു. പക്ഷെ നമുക്കതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഉള്ള വിസിബിലിറ്റി വെച്ച് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഉള്ള വിസിബിലിറ്റി തന്നെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുണ്ടോളയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. ഗണ്ടോള ഇതൊക്കെയല്ല കൊള്ളാം കേട്ടോ. ഈ സ്ഥലം ഒരു രക്ഷയില്ല. നമ്മൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഈ കനേഡിയൻ റോക്കീസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കാഴ്ചകൾ ഇനിയിപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് നമ്മളിപ്പോൾ ഇതിനകത്താണ്. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇവിടെ നമ്മളെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി. ബെയറുണ്ടോന്ന് നോക്കിയാൽ മതി. ഇടയ്ക്കൊക്കെ ബെയർ കാണും. ഇവിടെ ഒത്തിരി ഉള്ളതാണ്. കരടി ഇതന്നെ കുത്തനെയല്ല, ഇത് ഭയങ്കര കുത്തനെയാണ്. പക്ഷെ ഇത്രയും കുത്തനെയല്ല. കെയ്ൻസിലേതൊന്നും ഇത്രയും കുത്തനെയല്ല. അതിങ്ങനെ കുറച്ചും കൂടി സ്ലോപ്പാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല കുത്തനെയാണ് കേട്ടോ. വാവ്, ബ്യൂട്ടിഫുൾ. ഫീണ പണ്ട് മലേഷ്യയിൽ പോയിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? അതൊരു 5-6 കിലോമീറ്റർ. ഇത് അത്ര ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഏതാണ്ട് 20 മിനിറ്റോ അല്ല 8 മിനിറ്റ്. സോറി 8 മിനിറ്റ് ആണ്. കെയ്ൻസിലേതോ ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് അല്ലേ? ആ താഴെ കാണുന്ന ഫെയർമൗണ്ട് ഹോട്ടലാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഗൈസ് ഇത് 1888 ഓപ്പൺ ചെയ്തൊരു ഹോട്ടലാണ്. ഓക്സ്ഫോർഡ് പ്രോപ്പർട്ടീസാണ് ഇതിൻ്റെ ഓണേഴ്സ്. 23 ലിഫ്റ്റും 15 ഫ്ലോറുമാണ് ഇതിനുള്ളത്. നമ്പർ ഓഫ് റൂംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 764 റൂമുണ്ട് ഈ ഹോട്ടലിൽ. കനേഡിയൻ പസഫിക് റെയിൽവേ ആണ് ഈ ഹോട്ടൽ നിർമ്മിച്ചത്. 1414 മീറ്റർ ഉയരത്തിലാണ്
സീ ലെവലിൽ നിന്ന് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഗൈസ് ഇത് കണ്ടോ, ആൾക്കാർ താഴെ കൂടെ നടന്നു പോകുന്നുണ്ടോ? ഈ മലയുടെ മുകളിലേക്ക് ഇതുപോലെയുള്ള വാക്കിംഗ് ട്രയൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ആൾക്കാർ നടന്നു പോകുന്നത്, ഇത് ഇങ്ങനെ ആ മലയുടെ മുകളിലേക്കുണ്ട്. അമ്മോ, അത് ഭയങ്കരമാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ. ഇനി ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.